നമുക്ക് ഈ കുട്ടിയുടെ അമ്മ ജയശ്രീ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശ്രീ ടീച്ചർ, ഗുഡ് മോർണിംഗ് ജയശ്രീ ടീച്ചർ. ജയശ്രീ ടീച്ചർ, ഈ നമ്മുടെ ഈ ജഡ്ജി, ഈ വിധികർത്താവ് കുഞ്ഞിനോട് പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞു മുദ്രയിൽ നോക്കിയില്ല, അത് തെറ്റാണെന്ന് തെളിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ മുഖസൗന്ദര്യം മാർക്ക് കുറച്ചു എന്നാണോ പറഞ്ഞത്? അതെ അതെ, മുഖസൗന്ദര്യം പോരാ കുട്ടിക്ക് എന്നുള്ള, മുഖത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ജഡ്ജി പറഞ്ഞത്. ഈ മുഖസൗന്ദര്യം ഭരതനാട്യത്തിൽ ഒരു പ്രധാന ഘടകമാണോ? മുഖസൗന്ദര്യം എന്നുള്ളതല്ല, ആകാര സൂക്ഷ്മത എന്ന് പറയുന്നതാണ് അതില് എടുക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. എന്റെ കുട്ടി അത് മാത്രമല്ല, CBSE കലോത്സവത്തില് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റിൽ 3 ഐറ്റം ഫസ്റ്റ് വന്ന കുട്ടിയാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ജില്ലാ കലോത്സവത്തില് ഈ ഡയറക്റ്റ് ആയിട്ട് 3 ഐറ്റവും സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയാണ്. അവിടെ ഒന്നുമില്ലാത്ത ഈ മുഖസൗന്ദര്യം എന്ന് പറയുന്ന ഒരു ഘടകം ഇപ്പോഴെവിടെ നിന്നാണ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ കുഞ്ഞിനിപ്പോ എ ഗ്രേഡ് ഉണ്ടോ? എന്താണ് കുഞ്ഞിന്റെ ഇപ്പോഴത്തെ റിസൾട്ട്? സെക്കൻഡ് ആണോ? എ ഗ്രേഡ് ഉണ്ട്, സെക്കൻഡ് ആണ്. സ്റ്റേറ്റിൽ പോകാൻ പറ്റില്ല അല്ലേ കുട്ടിക്ക്? ഇല്ല, സ്റ്റേറ്റിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഈ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് ഈ വിധികർത്താവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ അമ്മയും ഈ മാർക്ക് കുറച്ചിട്ട വിധികർത്താവും സഹപ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു താല്പര്യമായിരിക്കും. കാര്യം 2 വിധികർത്താക്കൾ മോക്ക് അനുകൂലമായിട്ടാണ് കുട്ടിക്ക്. അതെ, അത് കുട്ടിയോട് അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ആണ് മോൾ കിട്ടേക്കണത് എന്നുള്ള കാര്യം. ഷീറ്റ് നമുക്ക് വിവരാവകാശം വെച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് കൊടുത്തിട്ടുണ്ട്. ഇത് കുട്ടിയോട് ജഡ്ജി നേരിട്ട് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. 94 92 മാർക്ക് അവർ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റു 2 വിധികർത്താക്കൾ കുട്ടിയോട് പറഞ്ഞതാണ്. 3ാമത്തെ വിധികർത്താവ് ഇട്ടിരിക്കുന്ന 81 മാർക്കാണ് എന്നുള്ളത് കുട്ടിയോട് അവർ പറഞ്ഞതാണ്. അപ്പൊ 10 മാർക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നാലും ഈ കുട്ടിക്ക് 1ാം സ്ഥാനം കയറരുത്. അതെ, 1ാം സ്ഥാനം കിട്ടിയ കുട്ടിക്ക് അവർ 91 മാർക്കും എന്റെ കുട്ടിക്ക് വെറും ഒരു എ ഗ്രേഡ് കിട്ടാനുള്ള മാർക്കും മാത്രമാണ് ഇട്ടേക്കണത്. 2 ജഡ്ജസ് ഫസ്റ്റ് ഇട്ട കുട്ടിക്ക് എന്തായാലും ഒരു എ ഗ്രേഡിനുള്ള മാർക്കല്ലല്ലോ വരേണ്ടത്. എന്തായാലും മുൻനിരയിലേക്ക് മാർക്ക് വരണമല്ലോ. കുഞ്ഞിന് അത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് തോന്നുന്നു അല്ലേ? മാനസികമായ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടി സ്കൂളിൽ പോകാനൊക്കെ വിമുഖത പറയുന്നുണ്ട്. അവരോട് പറയൂ, അതൊക്കെ സ്വാഭാവികമാണ്, നമുക്കത് നിയമപരമായി നേരിടാം. സ്കൂളിൽ പോകാതിരിക്കേണ്ടെന്ന് പറയൂ കേട്ടോ. അതെ, അങ്ങനെ പറയാം. നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് പേര് അനീതിക്കെതിരെ ഇരയാവുന്നുണ്ട്. അത് സംഭവിച്ചത് കഷ്ടമാണ്. നമ്മൾ ആ ടീച്ചറെ കൂടി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമുക്കത് നിയമവഴി തേടാം. ശരി. താങ്ക് യു ജയശ്രീ ടീച്ചർ. ജയശ്രീ ടീച്ചറാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.